ഞങ്ങള് ദീപകിന്റെ കുടുംബത്തിന് 1,00,000 രൂപ കൊടുക്കാമെന്നാണ് കരുതിയത്. ഇപ്പോ 3,17,000 രൂപ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ 3,17,074 അല്ലെങ്കിൽ 3,17,000 രൂപ ഇപ്പോ ദീപകിന്റെ വീട്ടുകാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദീപകിന്റെ അക്കൗണ്ടിലേക്കും പിന്നീട് 2,00,000 രൂപയും മലബാർ ഗോൾഡിന്റെ ശ്രീ AK ഫൈസൽ ജി, അതേപോലെ ശ്രീ ഹിലർ അബ്ദുള്ള, അദ്ദേഹം ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ MD ആണ്. രണ്ടുപേരും ദുബായിലുള്ളവരാണ്. അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒന്ന് ജനുവരി 17 ഇദ്ദേഹത്തിന്റെ ജന്മദിനം. ആ ദിവസം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അവസാനത്തിലേക്കും പോകാൻ ദൗർഭാഗ്യവശാൽ സംഭവം ഉണ്ടായത്. അപ്പൊ ജനുവരി 17 കേരളത്തിൽ നമ്മൾ പുരുഷാവകാശ ദിനമായിട്ട് ആചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ നമ്മൾ ഈ മെൻസ് ഫൗണ്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ നമ്മൾ പറയുന്നുണ്ട്. കാര്യം ഒരു പുരുഷൻ അവന്റെ അവകാശങ്ങളിലും അവന്റെ ജീവിതത്തിലെ വേദന സംഭവിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതാണ്. അതോടൊപ്പം ദീപകിന്റെ ഓർമ്മ നിലനിർത്താൻ, കാര്യം നമ്മളൊക്കെ ഈ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ 1 മാസമോ 2 മാസമോ കാണുന്നത്. ഇവരുടെ ജീവിതം അതിനുശേഷവും തുടർന്നു പോകണമല്ലോ. അപ്പോൾ ദീപകിന്റെ ഓർമ്മ നിലനിർത്താൻ, ദീപകിന്റെ സ്മരണാർത്ഥം 24 hours ലഭ്യമായ ഒരു ഹെൽപ്പ് ലൈൻ, ഞങ്ങൾ അതിന്റെ വിഷയങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഏത് പുരുഷനും വിളിച്ചാൽ കിട്ടാൻ സാധിക്കുന്ന മൊബൈൽ ഫോൺ, ലാൻഡ് ലൈൻ നമ്പർ അല്ല. പലപ്പോഴും ലാൻഡ് ലൈൻ നമ്പർ ഗവൺമെന്റിൽ നിന്നും വർക്ക് ചെയ്യാറില്ല. പുരുഷന്മാർക്ക് ലഭിക്കാൻ കിട്ടുന്ന ഒരു നമ്പർ വാട്സപ്പ്. അതിൽ വിളിക്കുമ്പോൾ പുരുഷന്മാർക്ക് ആദ്യഘട്ടത്തിൽ തീർച്ചയായിട്ടും, അതായത് അവർ സംസാരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് അവരെ ഒരു ലോയറുടെ അടുത്തേക്ക്, ഒരു ഡോക്ടറുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ലൈഫ് കോച്ചും ലീഗൽ കോച്ചിലേക്കും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ടുണ്ട്. അതിന് വ്യത്യസ്ത സംഘടനകളോട്, MRF അടക്കമുള്ള സംഘടനകളോട് സഹകരിച്ച് നമ്മൾ പോകുന്നുണ്ട്. അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയി നേരത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രാതിനിധ്യം അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത്, നിങ്ങൾ ഈ വീട്ടിൽ വരുന്നത് പോലെ തന്നെ ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ചെത്താൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ആ പെൺകുട്ടിയുടെ കൂടെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. തൽക്കാലം അവർ അബ്സ്കോണ്ടിങ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടെ, ആ പെൺകുട്ടിയോടും ആർക്കും പ്രതികാരമല്ല ഉള്ളത്, പക്ഷെ നീതിയാണ് വേണ്ടത്. ഇപ്പം ചിലപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചില ആൾക്കാരൊക്കെ വളരെ മോശം കമന്റുകൾ ആ പെൺകുട്ടിക്കെതിരെ ഇടുന്നത് പറ്റും കണ്ടു. അതിനോടൊന്നും ആരും യോജിക്കുന്നില്ല. ദീപകിന് നീതി കിട്ടണം, ദീപകിന്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ആത്മഹത്യാ പ്രേരണയും IT ആക്ടും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം. അത് വേറൊന്നും കൊണ്ടല്ല, അതാണ് നിയമം എന്നുള്ളത് കൊണ്ടാണ്. നാളെ ഏറ്റവും പ്രധാനം, നാളെ വേറൊരാളുടെ കണ്ടന്റിന് വേണ്ടി നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതം ഇല്ലാതായ, ഞാനിത് പറയുന്ന ഒരു അച്ഛനായിട്ട് കൂടെയാണ്. അതായത് ഞാൻ 2 ആൺകുട്ടികളുടെ അച്ഛനാണ്. ഒന്നാമത്തെ മോന് 9 വയസ്സും രണ്ടാമത്തവന് 2 അല്ലെങ്കിൽ 3 വയസ്സുമാണ്. നാളെ അവൻ വളർന്നു വരുമ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ ഡിജിറ്റൽ മീഡിയ ഉള്ള ലോകമായിരിക്കും. നാളെ അവരുടെ കണ്ടന്റിനായിട്ടോ അവരുടെ ശത്രുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യരുത്. നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിക്കടക്കം മകനുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ആൺമക്കളും ഉള്ളതാണ്. സ്ത്രീകളോടൊപ്പം തീർച്ചയായിട്ടും വേണം എല്ലാവിധ പിന്തുണയും സ്ത്രീകൾക്കുണ്ട്. എന്നാൽ പുരുഷന്മാർക്കും കൂടി സപ്പോർട്ട് വേണം. ഏകദേശം 11 മാസമായി നിയമസഭയിൽ പുരുഷ കമ്മീഷൻ ബില്ല് ഇരിക്കുകയാണ്. 11 മാസമായിട്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്പീക്കർ പെർമിഷൻ കൊടുത്തതാണ്. ഇതുവരെ അവതരിപ്പിക്കാതിരിക്കുന്നതിന്റെ കാര്യം, നിങ്ങൾ മാധ്യമങ്ങൾ അവരെ സ്ത്രീ വിരുദ്ധരെന്ന് വിളിക്കുമെന്ന് പേടിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. നമ്മുടെ കേരളമാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ശ്രീ എൽദോസ് കുന്നപ്പള്ളി എന്ന MLA സ്വകാര്യ ബില്ലായിട്ട് കൊണ്ടുവന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ്, കേരളമാണ് കൊണ്ടുവന്നത്. ഇപ്പൊ രാജ്യസഭയിലൊക്കെ അവതരിപ്പിച്ചു. ഡോക്ടർ അശോക് കുമാർ മിത്തൽ, ആപ്പിന്റെ MP, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സ്ഥാപകനാണ്. നമ്മളാണ് ഏറ്റവും പോസിറ്റീവായ ഈ നിയമം കൊണ്ടുവന്നത്. പക്ഷേ സ്ത്രീവിരുദ്ധരാണെന്ന് മാധ്യമങ്ങൾ വിളിക്കും, സ്ത്രീവിരുദ്ധ ചാപ്പ കുത്തും, സ്ത്രീവിരുദ്ധരാണെന്ന് ചർച്ച ഉണ്ടാകുമെന്ന് പേടിച്ചാണ് ഈ വിഷയം സംഭവിക്കാത്തത്. അതിന് രീതിയിലുള്ള പിന്തുണ കണ്ടിന്യൂ ചെയ്യും. അതോടൊപ്പം നമ്മൾക്ക് ആവശ്യം ആ പെൺകുട്ടിയെ വേറൊന്നും കൊണ്ടല്ല, നിയമം അനുശാസിക്കുന്നത് അറസ്റ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രീതി അറസ്റ്റ് ചെയ്യണം. ആ പെൺകുട്ടിയോടും പ്രതികാരമില്ല. വളരെ മോശം കമന്റുകൾ ആ പെൺകുട്ടിക്കെതിരെ ചില ആൾക്കാർ ഇടുന്നത് കണ്ടു. ഞാൻ അവരുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കണ്ടന്റ് ചെയ്യുന്ന കുട്ടികളെ പീഡിപ്പിക്കണമെന്നൊക്കെ പറയുന്ന ചില കമന്റുകളുണ്ട്. അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, പോലീസ് ആക്ഷനും എടുക്കണം. അത്തരത്തിൽ അമിതമായി ഏതെങ്കിലും പുരുഷന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ സ്ത്രീക്കെതിരെ കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുകയും ചെയ്യുന്നു. പോലീസ് അതിന് നിയമം എടുക്കണം. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സ്ത്രീകൾ അങ്ങനെ ഇട്ടു എന്ന് പറയുന്നു, ചില പുരുഷന്മാർ തിരിച്ചിട്ടു എന്ന് പറയുന്നു. രണ്ടും ശരിയല്ല. കാര്യം പുരുഷനും സ്ത്രീയും സമൂഹത്തിലെ 2 കൈകളാണ്. അവ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്, പരസ്പര വിരോധത്തിലല്ല. ഈ അവസരത്തിൽ പുരുഷ കമ്മീഷൻ വേണം. ജനുവരി 17 പുരുഷാവകാശ ദിനമായി നമ്മൾ ആചരിക്കും. ദീപകിന്റെ സ്മരണ നിലനിർത്താനായി ദീപകിന്റെ ജന്മദിനത്തിനും നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനത്തിനും നമ്മളത് ആചരിക്കും. അതോടൊപ്പം ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഒരാഴ്ചക്കുള്ളിൽ, എനിക്ക് തോന്നുന്നു നമുക്ക് ഓൾറെഡി നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ വർക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് റിപ്പബ്ലിക് ഡേയോ അതിന് ശേഷമെങ്കിലും 24 മണിക്കൂറും ആക്റ്റീവ് ആകുന്ന ഒരു ഹെൽപ്പ് ലൈൻ മൊബൈൽ നമ്പർ പ്ലസ് വാട്സപ്പ്
ബേസ്ഡ് ആണ് വർക്ക്. ഇനി ഇതൊരു സംഘടനയോ സംവിധാനമോ അല്ല. അതായത് മെൻസ് കമ്മീഷൻ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. എല്ലാ കമ്മീഷനും, മെൻസ് കമ്മീഷനും യൂത്ത് കമ്മീഷനും ഒക്കെ. അതുകൊണ്ട് ഞാൻ യൂത്ത് കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ഗവൺമെന്റിന്റെ. അതുകൊണ്ട് നിർബന്ധമായി കൊണ്ടുവരണം. ഇതോടൊപ്പം അതിന്റെ